ഹായ് ഹലോ എല്ലാവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മെം സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. വാക്യശുദ്ധിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതിനുശേഷം അടുത്ത സബ്ജക്റ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ വാക്യശുദ്ധി നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഏകദേശം ഒക്കെ തെറ്റ് കണ്ടുപിടിക്കാനും എങ്ങനെയാണ് തിരുത്തേണ്ടതെന്നൊക്കെ നിങ്ങൾ എക്സ്പേർട്ടായി കഴിഞ്ഞിരിക്കും. എങ്കിലും നമുക്ക് മുൻപ് വന്നിട്ടുള്ള പ്രയാസകരമായ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കി വയ്ക്കാം. ഓക്കെ, വാക്യശുദ്ധിക്കകത്ത് എറേഴ്സ് കണ്ടുപിടിക്കാനും തിരുത്താനും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. അപ്പോൾ എങ്ങനെയൊക്കെ നിങ്ങളെ PSC വഴിതെറ്റിക്കും എന്നുകൂടെ നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കണം. നമുക്കെല്ലാം അറിയാം, എന്നിരിക്കലും നമ്മുടെ ശത്രു എത്രമാത്രം ശക്തനാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ശത്രു എന്ന് ഞാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ വഴിതെറ്റിക്കാൻ പോരുന്ന അത്ര വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ PSCയുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അതുകൂടെ ഒന്ന് നമുക്ക് നോക്കി വയ്ക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും കുറച്ച് പ്രയാസമായിട്ട് തോന്നിയതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് വേണ്ടി കമ്പനി അണിയിച്ചൊരുക്കിയിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ശരിയായ വാക്യം ഏത്? ഇത് 2023 സീനിയർ സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരു എക്സാമിന് വേണ്ടിയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശരിയായ വാക്യം ഏത്? മന്ത്രി അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു. മന്ത്രി അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു. രണ്ടാമത്തേൽ എന്താ? സന്ദിഗ്ധത, അങ്ങനെയാണ് വന്നേക്കുക. മൂന്നാമത്തെ നോക്കൂ, മന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഒത്തിരി കനമൊക്കെ ഉണ്ടല്ലേ, അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇനി ഡി നോക്കിക്കേ, ഇവയൊന്നുമല്ല. ഇതിന്ന് ഏതാണ് ക്വസ്റ്റ്യൻ, ഏതാണ് ഉത്തരം അറിയാമോ? നമുക്കൊന്ന് നോക്കാം, ഒന്നുകൂടെ ഒന്ന് നോക്കാം. അസന്നിഗ്ധമാണോ, അസന്ദിഗ്ധമാണോ, അതോ അസന്നിഗ്ധമാണോ? പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നമുക്കിത് അറിയണമെങ്കിൽ നമ്മൾ എന്തുകൂടെ പഠിച്ചിരിക്കണം? പദശുദ്ധിയും കൂടെ പഠിച്ചിരിക്കണം. നമ്മൾ പദശുദ്ധിയിലേക്ക് വന്നിട്ടില്ല ടീച്ചർ അത് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ പദശുദ്ധിയിലേക്ക് കടക്കും ഇത് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇവിടുത്തെ വാക്ക് ഏതാണ്, ഇവിടുത്തെ ആൻസർ ഏതാണെന്ന് വെച്ചാൽ ആൻസർ എ ആണ് വരിക കേട്ടോ. എ ആണ് നമ്മുടെ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അസന്നിഗ്ധമായി ഫസ്റ്റ് ഓപ്ഷനാണ്, എ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ അതിന് നമ്മൾ ശരിയായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പരശുദ്ധിയും കൂടി പഠിച്ചിരിക്കണം. അതുകൂടെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഇതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻസ് നോക്കൂ. ഇത് കുട്ടികൾക്കും കൂടി അറിയാം. രണ്ടാമത്തെ ബി നോക്കിക്കേ, അവർ ഓരോ വീട് തോറും കയറിയിറങ്ങി. ഏതാണ്ട് സി ഓപ്ഷൻ നോക്കൂ, ഏതാണ്ട് 15ഓളം പുസ്തകം വാങ്ങി. ഡി നോക്കൂ, തിങ്കളാഴ്ച തോറും ഇറങ്ങുന്ന വാരികയാണ് ഇത്. ഓക്കെ, ഇതിൽ ഏതാണ് ആൻസർ എന്ന് നോക്കാം. ഇതിലെ ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കാമേ. അപ്പോൾ എക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? ഇത് കുട്ടികൾക്കും കൂടി അറിയാം. എന്താ അവിടുത്തെ പ്രശ്നം? ഇത് കുട്ടികൾക്കും കൂടി അറിയാം എന്നുള്ളതിൽ കുട്ടികൾക്കും കൂടി എന്ന് വേണോ അവിടെ? വേണ്ട. എന്ത് മതി? കുട്ടികൾക്ക് കൂടി എന്ന് മതി. അപ്പോൾ കുട്ടികൾക്കും കൂടി എന്നുള്ള പ്രയോഗം തെറ്റാണ്, അതവിടെ ആവശ്യമില്ല. ഇനി ബി നോക്കൂ, അവർ ഓരോ വീട് തോറും കയറി ഇറങ്ങി. നമുക്കറിയാം എന്താണ് ഓരോയും തോറും, വീട് തോറും. ഓരോ എന്ന് പ്രയോഗിച്ചിട്ട് പിന്നെ അവിടെ വീട് തോറും എന്നുകൂടെ പ്രയോഗിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മളെ പറ്റിക്കാനൊന്നും നോക്കണ്ട PSC, നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നറിയാം. എന്ത് മതി? ഒന്നുകിൽ അവർ വീട് തോറും കയറി ഇറങ്ങി എന്ന് ആക്കണം അല്ലേ? അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി നോക്കിക്കേ, ഏതാണ്ട് 15ഓളം പുസ്തകം വാങ്ങി. എന്താ അവിടുത്തെ പ്രശ്നം? ഏതാണ്ട് 15 ഓളം കൊടുത്തിട്ടുള്ളൂ. ഓളം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കൃത്യത ഇല്ലെന്നാണ്. ഓളം ഒരു കൃത്യമായ നമ്പർ പറയാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ ഓളം എന്ന് പ്രയോഗിക്കുക. അപ്പോൾ 15ഓളം എന്ന് മതി. അല്ല, 15ഓളം പുസ്തകം വാങ്ങി എന്ന് മതി. അതിൻ്റെ കൂടെ ഏതാണ്ടും കൂടെ വേണോ? വേണ്ട. അപ്പോൾ ആ പ്രയോഗവും തെറ്റാണ്. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഉന്തിയാൽ മതി, അതിൻ്റെ കൂടെ എന്തുകൂടെ ചെയ്യേണ്ട? തള്ളവും കൂടെ വേണ്ട എന്ന്. ഇനി നോക്ക്, തിങ്കളാഴ്ച തോറും ഇറങ്ങുന്ന വാരികയാണ് അത്. എന്തെങ്കിലും തെറ്റുണ്ടോ അതിൽ? പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. തിങ്കളാഴ്ച തോറും ഇറങ്ങുന്ന വാരികയാണ് അത് എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ് ഇപ്പോൾ നമ്മളൊരു ബാലരമയുടെ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു അല്ലേ? വെള്ളിയാഴ്ച തോറും ഇറങ്ങുന്ന ബാലവാരികയാണ് അതല്ലേ? അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു ആൻസർ ആണ്. എന്താണ്? തിങ്കളാഴ്ച തോറും ഇറങ്ങുന്ന വാരികയാണ് ഇതെന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ശരി ഉത്തരം ഇതാണേ. അപ്പോൾ ബാക്കിയുള്ള തെറ്റുത്തരങ്ങളെ നമ്മൾ എങ്ങനെ ശരിയാക്കണം?
എ നമ്മൾ എങ്ങനെയാ ശരിയാക്കുന്നത് നോക്കൂ. എങ്ങനെയാണ്? ഇത് കുട്ടികൾക്ക് കൂടി അറിയാമെന്നാണ്. കുട്ടികൾക്കും കൂടിയല്ല, ഇത് കുട്ടികൾക്ക് കൂടി എന്ന് മതി. ഇത് കുട്ടികൾക്ക് കൂടി അറിയാം. പിള്ളേരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിത് എഴുതി പഠിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന്. നിങ്ങളുടെ കയ്യിലൊരു പേപ്പറും പേനയും പുസ്തകവും ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ഞാൻ ഈ തെറ്റിപ്പോയ ആൻസറുകളെ ശരിയാക്കുമ്പോൾ നിങ്ങൾ അതുകൂടി എഴുതി വെക്കണമെന്ന്. അല്ലാതെ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ തന്നെത്താൻ എഴുതി ടീച്ചറെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരിക്കരുത്. മടിയൊന്നും വിചാരിക്കരുത്. ടീച്ചർക്ക് പഠിക്കാനുണ്ട്, ടീച്ചർക്കാണല്ലോ പരീക്ഷ എന്ന് കരുതരുത്. ഞങ്ങൾക്കാണ് പരീക്ഷ, ഞങ്ങൾക്ക് പഠിക്കാനുണ്ടെന്ന് കരുതി എന്ത് ചെയ്യണം? ഞാൻ ഈ തെറ്റിപ്പോകുന്ന സാധനങ്ങളെയൊക്കെ കഷ്ടപ്പെട്ട് ശരിയാക്കുമ്പോൾ നിങ്ങൾ കൂടെ അതൊന്ന് എഴുതി വെക്കാനുള്ള സന്മനസ് കാണിക്കണം. ഇനി നോക്കിക്കേ, ബി നോക്കിക്കേ. അവർ ഓരോ വീട് തോറും കയറി ഇറങ്ങി നമ്മൾ എങ്ങനെയാ ശരിയാക്കിയത്? അവർ വീട് തോറും കയറി ഇറങ്ങിയില്ല കേട്ടോ, കയറിയതേ ഉള്ളൂ, കയറി പോകുന്നതേ ഉള്ളൂ, തിരിച്ചു വരുന്നില്ല. ഇനി സി നോക്കിക്കേ. ഏതാണ്ട് 15ഓളം പുസ്തകം വാങ്ങി നമ്മൾ എങ്ങനെയാ ശരിയാക്കിയത്? 15ഓളം പുസ്തകം വാങ്ങി എന്ന് മതി. ഓക്കെ, ശരിയായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ വരാത്ത അടുത്ത ക്വസ്റ്റ്യൻ? വരൂ. വന്നിട്ടുണ്ട്. നോക്കൂ, തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. നോക്കിക്കേ. 40 വാഴപ്പഴങ്ങൾ കേശുവിൻ്റെ പക്കൽ ഉണ്ട്. എന്തെങ്കിലും തെറ്റ് നിങ്ങൾ അതിനകത്ത് കാണുന്നുണ്ടോ നോക്കൂ. എന്താണ്? 40 വാഴപ്പഴങ്ങൾ കേശുവിൻ്റെ പക്കൽ ഉണ്ട്. ഇനി ബി നോക്കിക്കേ. അവൾ തൻ്റെ സ്വന്തം ഭാര്യയാണ് എന്ന കാര്യം അയാൾ ഒരു നിമിഷത്തേക്ക് മറന്നുപോയി. വർഷങ്ങൾക്കു ശേഷം വീണ്ടും കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇനി ഡി നോക്കിക്കേ. 7 വർഷമാണ് അയാൾ ഒളിവിൽ കഴിഞ്ഞത്. ഇതിലെ ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കിക്കേ. 40 വാഴപ്പഴങ്ങൾ കേശുവിൻ്റെ പക്കലുണ്ട്. 40 വാഴപ്പഴങ്ങൾ എന്നുള്ള പ്രയോഗം ആവശ്യമുണ്ടോ? 40 വാഴപ്പഴം മതി, പഴങ്ങൾ വേണ്ട. 40 എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഒന്നിൽ കൂടുതൽ ഉണ്ട് എന്നുള്ള അർത്ഥമായി കഴിഞ്ഞു. പിന്നെ പഴങ്ങൾ എന്നുകൂടി പ്രയോഗിക്കേണ്ടതുണ്ടോ? ഇല്ല. അപ്പൊ 40 വാഴപ്പഴം എന്ന് മതി. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത് നോക്കിക്കേ, ബി നോക്കിക്കേ. ബി എന്തായിരുന്നു തെറ്റ്? അവൾ തൻ്റെ സ്വന്തം ഭാര്യയാണ്. ഒന്നുകിൽ അവൾ തൻ്റെ ഭാര്യയാണെന്ന കാര്യം, അല്ലെങ്കിൽ അവൾ സ്വന്തം ഭാര്യയാണെന്ന കാര്യം അയാൾ മറന്നുപോയി. 2 പ്രയോഗം കൂടി അവിടെ ആവശ്യമുണ്ടോ? ഇല്ല. ഇനി സി നോക്കിക്കേ. വർഷങ്ങൾക്കു ശേഷം വീണ്ടും കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. എന്താ അവിടുത്തെ തെറ്റ്? വർഷങ്ങൾക്കു ശേഷം വീണ്ടും എന്നുള്ള ആവശ്യമില്ല. വർഷങ്ങൾക്ക് ശേഷം കാണുന്നെങ്കിൽ അത് വീണ്ടുമാണ്. പിന്നെയും വർഷങ്ങൾക്കു ശേഷം വീണ്ടും എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ വർഷങ്ങൾക്കു ശേഷം കാണാനുള്ള ഭാഗ്യമുണ്ടായി എന്ന് മതി. പിന്നെ ഡി നോക്കിക്കേ. ഡിക്ക് വല്ല തെറ്റുണ്ടോ? 7 വർഷമാണ് അയാൾ ഒളിവിൽ കഴിഞ്ഞത്. ഒരു തെറ്റുമില്ല. അപ്പോൾ ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തെറ്റിപ്പോയതിനൊക്കെ നമുക്ക് ശരിയാക്കണ്ടേ? അതെ, നമ്മൾ തെറ്റിപ്പോകുന്ന കാര്യങ്ങളൊക്കെ ശരിയാക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ എങ്ങനെ ശരിയാക്കി? 40 വാഴപ്പഴങ്ങൾ എന്ന് വേണ്ട, പകരം എന്ത് മതി? വാഴപ്പഴം മാത്രം മതി. വാഴപ്പഴം. 40 വാഴപ്പഴം കേശുവിൻ്റെ പക്കലുണ്ട്. നോക്ക്, യവന്മാരൊക്കെ എന്തിനാണെന്ന് അറിയത്തില്ലേ. മാത്സിലും ഇങ്ങനെ തന്നെയല്ലേ. രാമു കടയിൽ പോയി 50 പഴം മേടിക്കും. അതുകൊണ്ട് മലയാളത്തിനകത്ത് കേശു പോയി 40 പഴം മേടിച്ചിരിക്കുന്നു. സദ്യ വല്ലതും കാണുമായിരിക്കും. അല്ല, നോയിക്കോ. ഇനിതാ ബി നോയിക്കോ. അവൾ തൻ്റെ സ്വന്തം ഭാര്യയാണ്. നമ്മൾ എങ്ങനെ തിരുത്തി? അവൾ ഒന്നുകിൽ സ്വന്തം ഭാര്യയാണെന്ന കാര്യം, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയാണെന്ന കാര്യം. ഒന്നുകിൽ തൻ്റെ, അല്ലെങ്കിൽ സ്വന്തം. ഭാര്യയാണെന്ന കാര്യം അയാൾ മറന്നുപോയി. ഒരു നിമിഷത്തേക്ക് മറന്നുപോയി. ഒരു നിമിഷത്തേക്കാണെങ്കിൽ മറക്കാൻ പാടില്ലല്ലേ, മറന്നുപോയി. പക്ഷെ അപ്പൊ സി നോക്കിക്കോ. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും, എന്താണ് അവിടുത്തെ തെറ്റ്? വീണ്ടും വേണ്ട. വർഷങ്ങൾക്കു ശേഷം കാണാനുള്ള, വർഷങ്ങൾക്കു ശേഷം കാണാനുള്ള ഭാഗ്യമുണ്ടായി എന്ന് മാത്രം മതി. വീണ്ടും അവിടെ ആവശ്യമില്ല. ശരിയാക്കിക്കൊള്ളുവല്ലോ? ശരിയാക്കിക്കൊള്ളണം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ പിള്ളേരെ? പണ്ടത്തെ പോലെ ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു പുകമറയും അന്താളിപ്പൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടാകാൻ പാടില്ല. അതിനുള്ള വഴിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്നാമത്തെ വീഡിയോ
പോകുന്നു, കാണുന്നു, തിരിച്ചു വരുന്നു, നോക്കുന്നു. അത് മാറാറായില്ലേ ഇതുവരെയും? അതിനി നോക്കാൻ പാടില്ല. അത് മുമ്പുള്ള ക്ലാസ്സുകളിലാണ്, ഇനി നോക്കാൻ പാടില്ല. അതിന്റെ ആ സമയം കഴിഞ്ഞു പോയി. ഇനി നിങ്ങൾ പഠിച്ചെല്ലാം പണ്ഡിതന്മാരാണ് ഇരിക്കുന്നതെല്ലാം, വാക്യശുദ്ധിയുടെ കാര്യത്തിലെ പണ്ഡിതന്മാരാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും. സോ എന്താണ്, നമ്മൾ ഇനി പഠിച്ചു വെച്ചിരിക്കുന്ന റൂൾസ് അനുസരിച്ച് ഇതങ്ങ് തിരുത്തി പോകുന്നതേ ഉള്ളൂ. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ശരിയായ വാക്യം കണ്ടെത്തുക. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട്, മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. ഇനി അടുത്തത് നോക്കിക്കേ. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയും ഉണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. ഇതിലേതാ? 1 1ഉം 2ഉം ശരി, 1ഉം 3ഉം ശരിയാണോ, അതോ 2 ശരിയാണോ? ഏതാണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം എന്നൊന്ന് കണ്ടുപിടിച്ചേ നിങ്ങൾ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വന്നിരിക്കുന്നത് 1 1 മാത്രം ശരി കേട്ടോ. 1 മാത്രം ശരി എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ശരി, പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് ശരിയായി വരുന്നതെന്ന് നോക്കാം. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചിഹ്നം പ്രയോഗിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടോ? ഈ ചിഹ്നത്തെ എന്താ ഇംഗ്ലീഷിൽ പറയുക? സെമി കോളൻ എന്ന് പറയും ഇതിനെ ഇംഗ്ലീഷിൽ. മലയാളത്തിൽ ഇതിനെ എന്തെന്നാ വിളിക്കുക? രോധിനി എന്ന് വിളിക്കും കേട്ടോ. ഒന്നുകിൽ രോധിനി എന്ന് വിളിക്കും. വളരെ ഫാഷൻ പേരൊക്കെയുള്ള ഒരു സംഭവമാണ്, പെണ്ണുപിള്ളയാണ് ഇരിക്കുന്നത്. രോധിനി എന്ന് വിളിക്കും. അല്ലെന്നുണ്ടെങ്കിലോ അർത്ഥവിരാമം എന്ന് വിളിക്കും. എന്താണ്? അർത്ഥവിരാമം എന്ന് വിളിക്കും. അപ്പോൾ ഈ സാധനം ഇവിടെ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ബാക്കിയാണ് ഇത്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ പിന്തുണയ്ക്കുന്ന വാചകമാണ് ഈ കൊടുത്തിരിക്കുന്നത് എന്ന് അർത്ഥമാകുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട്, അപ്പോൾ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട് എന്നുള്ളത് അതിൻ്റെ ബാക്കിയായിട്ട്, സ്വാഭാവികമായിട്ടും അതിൻ്റെ ബാക്കിയായിട്ടുള്ള സെന്റൻസ് ആണെന്ന് നമുക്ക് അർത്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് അർത്ഥമായത്? രോധിനി അല്ലെങ്കിൽ സെമി കോളൻ, അർദ്ധവിരാമം എന്നുള്ള ഒരു ചിഹ്നം കൊണ്ട് നമ്മൾ അതിനെ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ശരി? ഓപ്ഷൻ എ, 1 മാത്രം ശരി എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഇത് 2023 വിമൻസ് പോലീസ് കോൺസ്റ്റബിളിനെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ശരി, അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് പ്രയാസകരമായ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഇന്ന് നോക്കുന്നുള്ളൂ കേട്ടോ. ഇനി പ്രീവിയസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു വലിയ കടമ്പയാണ്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വഴികൾ, എങ്ങനെ ഇത് ക്ലിയർ ചെയ്യാം എന്നുള്ളതിൻ്റെ വഴികൾ നിങ്ങൾക്ക് തന്നെ സ്വയം തുറന്നു കിട്ടുന്ന ഒരിടമാണ് പ്രീവിയസ്. ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്ത് നന്നായിട്ട് നമ്മൾ പരിചയപ്പെട്ടിരിക്കുക അതുമായിട്ട്. ഓക്കെ, ശരി. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഇത് 2023 അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ. ശ്രദ്ധിച്ച് നോക്കിക്കോണേ. ഓപ്ഷൻ എ, അയാൾ സ്വയം ആത്മഹത്യ ചെയ്തു. ശരിയല്ലേ? അയാൾ സ്വയം ആത്മഹത്യ ചെയ്തു. വലിയൊരു കാര്യമാണ്, വലിയൊരു അച്ചീവ്മെന്റ് ആണ്. സാധാരണ നമ്മളൊക്കെ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ജംഗ്ഷനിൽ നിന്ന് ലോഡിങ്ങാരൊക്കെ വിളിച്ചുകൊണ്ടാണ് പോകാറ് കൂട്ടിന് വേണ്ടിയിട്ട്. പുള്ളി പക്ഷെ ഒറ്റയ്ക്ക് പോയി ആത്മഹത്യ ചെയ്ത് കളഞ്ഞു കേട്ടോ. അയാൾ സ്വയം ആത്മഹത്യ ചെയ്തു. എന്താ തെറ്റ്? സ്വയവും ആത്മഹത്യയും. ഒരാൾക്ക് ഒറ്റയ്ക്കല്ലേ ആത്മഹത്യ ചെയ്യാൻ പറ്റൂ? കൂട്ടോടെ മരിച്ചാൽ അതിനെ എന്തെന്ന് വിളിക്കും നമ്മൾ? കൂട്ട ആത്മഹത്യ എന്നല്ലേ വിളിക്കത്തുള്ളൂ. അപ്പോൾ സ്വയം ആത്മഹത്യ ചെയ്തു. സ്വയം എന്നുള്ള വാക്ക് അവിടെ വേണോടെ? വേണ്ട. എന്ത് മാത്രം മതി? അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് മാത്രം മതി. അല്ലെ അയാൾ സ്വയം കുത്തി ചത്തു എന്നൊക്കെ പ്രയോഗിക്കാം. പക്ഷെ സ്വയം ആത്മഹത്യ ചെയ്യുന്നത് ബോറാണ്. അപ്പം ആ സ്വയം അവിടെ വേണോ? വേണ്ട. ഓപ്ഷൻ ബി നോക്കിക്കേ. ഓപ്ഷൻ ബിയിൽ ഒരു ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടേ, ഞാൻ ശരിയാക്കി തരാമേ, ആരും പേടിക്കണ്ട കേട്ടോ. ശരിയായില്ലേ? തൊഴിൽ ലഭിച്ചവരിൽ തന്നെ 100ന് 90% നിരാശരാണ്. തൊഴിൽ ലഭിച്ചവരിൽ തന്നെ 100ന് 90% നിരാശരാണ്. എന്താണ് അവിടുത്തെ തെറ്റ്? എന്തെങ്കിലും തെറ്റുണ്ടോ അവിടെ? തൊഴിൽ ലഭിച്ചവരിൽ തന്നെ 90% എന്ന് മതി. അപ്പോൾ 100ഉം പിന്നെ 90%. ഇതേ ക്വസ്റ്റ്യൻസ്, ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ 2-3 എണ്ണം ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ 100ന് എന്നുള്ള പ്രയോഗം അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ് അവിടുത്തെ തെറ്റ്. ആ തെറ്റും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അധ്യാപകൻ നന്നായി പഠിച്ചതിന് കുട്ടിക്ക് സമ്മാനം നൽകി. എന്നെ പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട്, ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സമ്മാനം തന്നുകൊണ്ടിരിക്കുന്നു. എന്ത് നല്ല ഏർപ്പാടാണല്ലേ? അപ്പൊ എന്താണ്? അധ്യാപകൻ
അധ്യാപകൻ നന്നായി പഠിച്ചതിന്. ശരിയാണോ ഡേ? അധ്യാപകൻ നന്നായി പഠിച്ചെങ്കിൽ ആ മനുഷ്യനല്ലേ സമ്മാനം കൊടുക്കാനുള്ളത്? നിങ്ങൾക്കാണോ തരാനുള്ളത്? അല്ല. അധ്യാപകൻ നന്നായി പഠിച്ചാൽ ആർക്ക് കൊടുക്കണം? അധ്യാപകന് കൊടുക്കണം. ഇവിടുത്തെ തെറ്റെന്താണ്? നമ്മൾ പറഞ്ഞു പ്രക്രമഭംഗമൊക്കെ നമുക്കറിയാം അല്ലേ? അങ്ങനെ നമ്മളെ പറ്റിക്കാനൊന്നും നോക്കണ്ട PSC. എന്താണ്? അധ്യാപകൻ നന്നായി പഠിച്ചതിനല്ല, എന്താണ്? നന്നായി പഠിച്ചതിന് ഇവിടെ കൊണ്ടുവരണം അധ്യാപകനെ. അധ്യാപകൻ കുട്ടിക്ക് സമ്മാനം നൽകി എന്നാക്കണം. അപ്പൊ ഈ സെന്റൻസ് എന്തായാലും തെറ്റാണെന്ന് നമുക്കറിയാം. ഇനി ബാക്കിയുള്ളത് D മാത്രമാണ്. ഉദാരമതികളായ നാട്ടുകാരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അത് ശരിയാണോ തെറ്റാണോ? ഈ ഉത്തരം സത്യത്തിൽ ഇത് ശരിയാണ്. പൂർണ്ണമായിട്ടും ഇത് ശരിയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒന്നാമത്തേത്, ഈ കൃതജ്ഞത എന്ന് പറയുന്ന വസ്തു നോക്കിക്കോ. ഈ കൃതജ്ഞത എന്ന് പറയുന്നത് രേഖപ്പെടുത്താൻ കഴിയില്ല. അതിന് രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന് എന്താണ്? ഒന്ന് പറയുക അല്ലെങ്കിൽ അറിയിക്കുക, അങ്ങനെയുള്ള മാർഗങ്ങളേ ഉള്ളൂ. അപ്പോൾ കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ള പ്രയോഗം തെറ്റാണ് സത്യത്തിൽ. അപ്പോൾ തന്നിരിക്കുന്നതിൽ മറ്റ് തെറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് PSC ഇതിനെ ഉത്തരമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഉദാരപതികളായ നാട്ടുകാരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. രേഖപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം അവിടെ? അത് റിട്ടേൺ ആയിട്ട് എഴുതി വെക്കാൻ പറ്റോ? വേണം. എന്നാലേ രേഖപ്പെടുത്താൻ പറ്റത്തുള്ളൂ അല്ലേ? നാട്ടുകാരോടുള്ള കൃതജ്ഞത അറിയിക്കാനേ സാധിക്കൂ അല്ലേ? നിങ്ങൾ എന്നെ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ജയിപ്പിച്ചതിനുള്ള കൃതജ്ഞത ഞാൻ അറിയിച്ചു കൊള്ളാൻ ശരിയാണ്, അറിയിച്ചു കൊണ്ടാൽ ശരിയാണ്. പക്ഷേ എനിക്ക് രേഖപ്പെടുത്തി വെക്കാൻ സാധിക്കില്ല. അപ്പോൾ രേഖപ്പെടുത്തുക എന്നുള്ള പ്രയോഗം തെറ്റാണ്. അതുകൊണ്ട് ഈ ഉത്തരവും പൂർണ്ണമായി ശരിയാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ PSCയുടെ ആൻസർ കീ അനുസരിച്ചാണ് തന്നിരുന്ന ആൻസർ എന്താണ്? D ആണ്, ഓപ്ഷൻ D ആണ്. ഇത് നോക്കിയിരിക്കുക കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ട് ഈ രേഖപ്പെടുത്തി മാറ്റിയിട്ട് അറിയിച്ചു കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അപ്പൊ ബാക്കി 3 നമ്മൾ ശരിയാക്കിയത് ഓർമ്മയുണ്ടല്ലോ. അയാൾ സ്വയം ആത്മഹത്യ ചെയ്തു എന്നുള്ളതിൽ സ്വയം വേണ്ട, അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് മാത്രം മതി. ഇതുകൾ മാത്രം മതി. ഇനി തൊഴിൽ ലഭിച്ചവരിൽ തന്നെ 100% എന്ന് വേണ്ട. 90% എന്ന് പറഞ്ഞാൽ തന്നെ 90/100 ആണെന്നുള്ള വിവരമൊക്കെ ഹാജാസിലെ പിള്ളേർക്കൊണ്ട് PSC. അതൊന്നും ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട. എന്ത് വേണ്ട? 100 എന്നുള്ള പ്രയോഗം അവിടെ വേണ്ട. ഇനി അധ്യാപകൻ നന്നായി പഠിച്ചതിന് കുട്ടിക്ക് സമ്മാനം നൽകാൻ പറ്റില്ല. ആര് പഠിച്ചാലേ കുട്ടിക്ക് സമ്മാനം കിട്ടൂ? കുട്ടി പഠിച്ചാലേ കുട്ടിക്ക് സമ്മാനം കിട്ടൂ. ആരാ അപ്പൊ അവിടെ സമ്മാനം കൊടുത്തിരിക്കുക? അധ്യാപകനാണ്. അധ്യാപകൻ നന്നായി പഠിച്ചതിന് അധ്യാപകൻ കുട്ടിക്ക് സമ്മാനം നൽകി കേട്ടോ. നന്നായി പഠിച്ചതിന് അധ്യാപകൻ കുട്ടിക്ക് സമ്മാനം നൽകി, അല്ലെങ്കിൽ കുട്ടി നന്നായി പഠിച്ചതിന് അധ്യാപകൻ സമ്മാനം നൽകി എന്നേ വരത്തുള്ളൂ. പിന്നെ അവസാനം കിട്ടിയത് എന്താണ്? ഉദാരമതികളായ നാട്ടുകാരോടുള്ള കൃതജ്ഞത ഒരിക്കലും രേഖപ്പെടുത്താൻ സാധിക്കില്ല. പ്രയോഗം തെറ്റാണ്. എന്താണ്? അല്ലെങ്കിൽ രേഖാമൂലം നാട്ടുകാർക്ക് എഴുതി കൊടുക്കണം. എന്താണ്? നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ടെന്ന് ഒരു സമ്മേളനത്തിൽ 1,00,000 പേരുണ്ടെങ്കിൽ 1,00,000 പേർക്ക് എഴുതി അങ്ങ് കൊടുക്കുക. എങ്കിൽ രേഖപ്പെടുത്താൻ സാധിക്കും. ശരിക്കും എന്തിനേ സാധിക്കൂ? അറിയിക്കുവാനോ പറയുവാനോ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതും പൂർണ്ണമായും ശരിയല്ലാന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി അടുത്ത നോക്കാം. ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ്. എന്താണ്? ഞാൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ്. നമ്മളെയാണ് പറ്റിക്കാൻ നോക്കുന്നത്. ഞാൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗതിയില്ലാഞ്ഞാണ്. അടുത്ത് നോക്കൂ. ഞാൻ നിന്നെ ആശ്രയിച്ചത് മറ്റ് ഗതിയില്ലാഞ്ഞാണ്. ഇനി അടുത്ത് നോക്കൂ, 4ാമത്തെ നോക്കിക്കേ. ഞാൻ നിന്നെ ആശ്രയിച്ചത് ഗത്യന്തരമില്ലാഞ്ഞാണ്. ഇതിനകത്ത് എന്താ കണ്ടുപിടിക്കേണ്ടുന്നത്? ശരിയായ വാക്യങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് മുഴുവനും എന്തൊക്കെയാണ്? ആ തെറ്റായ വാക്യങ്ങൾ അല്ലെങ്കിൽ ശരിയായ വാക്യം കണ്ടുപിടിക്കുക. ഒന്നുകിൽ ശരിയായ വാക്യം 3-4 ഓപ്ഷൻസിനകത്ത് നിന്ന് നമ്മൾ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ 3-4 ഓപ്ഷനകത്ത് നിന്ന് തെറ്റായ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. ഇത് എന്താ പറഞ്ഞിരിക്കുക? ശരിയായ വാക്യങ്ങൾ. നമ്മൾ പെട്ടെന്നുള്ള വെപ്രാളത്തിൽ നോക്കിയിട്ട് ശരിയായ വാക്യം, ഇതിനകത്ത് ഏതോ ശരിയായ വാക്യം ഉണ്ടെന്ന് കരുതിയിട്ട് ഏതെങ്കിലും 1-2 ഓപ്ഷൻ വരുന്നതിനെ നമ്മൾ അങ്ങ് കറുപ്പിച്ച് വെക്കും. പോയില്ലേ ഒരു മാർക്ക്? അപ്പൊ നോക്കിക്കേ, ഇവിടെ ഏതൊക്കെയാണ് ശരിയെന്ന് നോക്കിക്കേ നിങ്ങള്. ഇതിന്റെ ഓപ്ഷനായിട്ട് വരുന്നത് 1ാമത്തേത് ശരിയാണോടെ? ഇല്ല, നമ്മളെ പറ്റിക്കാൻ നോക്കിയതാണല്ലേ PSC. എന്താ അവിടുത്തെ തെറ്റ്? ഞാൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരം. വേറെയും അന്തരവും വേണ്ടെന്ന് നമുക്കറിയാം. നമ്മളെ പഠിക്കാനൊന്നും നോക്കേണ്ട കാര്യം എന്താണ്? വേറെയും ഗത്യന്തരവും ഒരുമിച്ച് വന്നാൽ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അത് തെറ്റാണെന്ന് കണ്ടുപിടിച്ചു. ഇനി അടുത്ത നോക്കിക്കേ. ഞാൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗതിയില്ലാഞ്ഞാണ്. എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല, അത് ശരിയാണ്. വേറെ ഗതി ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ നിന്നെ ആശ്രയിച്ചത്. ഞാൻ നിന്നെ ആശ്രയിച്ചത്
മറ്റ് ഗതിയില്ലാഞ്ഞാണ്. അതും വേറെ അല്ലെങ്കിൽ മറ്റ് എന്നുള്ളതൊക്കെ സമാനമായ പ്രയോഗങ്ങളാണ്. അപ്പൊ അതും ശരി തന്നെ. ഇനി ഞാൻ നിന്നെ ആശ്രയിച്ചത് ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ്. ഈ വേറെ മറ്റ് ഇതുപോലെയുള്ളൊരു പ്രയോഗമാണ്. എന്താണ് ഗത്യന്തരം എന്നാൽ വേറെ ഗതി ഇല്ല എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അതും ശരി തന്നെ. ഇവിടുത്തെ ഓപ്ഷൻ എ ആണ്. അപ്പോൾ 2, 3, 4 ഇതാണ് വാക്യങ്ങൾ 2, 3, 4 എന്നിവ ശരിയാണ് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, ശരിയായ വാക്യം കണ്ടെത്തുക. വരനും വധുവും തമ്മിൽ മാലയിട്ടു. ഓപ്ഷൻ എ ആണേ. ഇനി അടുത്ത്, വരനും വധുവും അന്യോന്യം വിവാഹിതരായി. പിന്നെ ഓപ്ഷൻ സി നോക്കിക്കേ, വരനും വധുവും തമ്മിൽ വിവാഹിതരായി. അടുത്ത ഓപ്ഷൻ ഡി നോക്കിക്കേ, വരനും വധുവും അന്യോന്യം തമ്മിൽ വിവാഹിതരായി. ഓഹ്, കടുത്തുപോയത്. നോക്കിക്കേ, എന്തുവാണ് അതിന്റെ പ്രശ്നങ്ങൾ നോക്കൂ. ശരിയായ വാക്യം, വരനും വധുവും തമ്മിൽ മാലയിട്ടു. പിന്നെ നാട്ടുകാരുടെ കഴുത്തി മാലയിട്ട് കൊടുക്കാൻ പറ്റുമോ കല്യാണത്തിന് വരുന്നവർക്ക്? ഈ വട്ടാന്ന് പറയത്തില്ലേ വരനും വധുവിനും? അപ്പൊ വരനും വധുവും തമ്മിലാണ് കല്യാണത്തിന് മാലയിടുക. ഒരു തെറ്റും ഇല്ല, നാട്ടുകടപ്പാണ്, അത് ശരിയാണ്. ഓക്കെ, അപ്പൊ എന്താണ്? വരനും വധുവും മാലയിട്ടു എന്നുള്ള വാക്യം ശരി. ഇനി വേറെയും ശരികൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. വരനും വധുവും അന്യോന്യം വിവാഹിതരായി. വരനും വധുവും അന്യോന്യം വിവാഹിതരായി. എന്തുവാടെ അതിനകത്തുള്ള തെറ്റ്? എന്താണ് തെറ്റായിട്ട് വരുന്നത്? വരനും വധുവും പിന്നെ അന്യോന്യം. വരനും വധുവും എന്ന് പറയുമ്പോൾ തന്നെ പരസ്പരം അങ്ങായി. പിന്നെ അന്യോന്യം വേണോ? വേണ്ട. അപ്പോൾ അത് തെറ്റ്. ഇനി വരനും വധുവും തമ്മിൽ വിവാഹിതരായി. പിന്നെ അവർ തമ്മിലല്ലാതെ വന്നിരിക്കുന്ന കർമ്മിയെ പിടിച്ച് കല്യാണം കഴിക്കാൻ പറ്റൂ? ഇല്ലല്ലോ. എന്താണ്? വരനും വധുവും തമ്മിൽ വിവാഹിതരായി എന്നുള്ള വാക്യത്തിലെ ഈ തമ്മിലിന്റെ ആവശ്യമില്ല, തെറ്റ്. ഒരു കല്യാണമായാൽ വരനും വധുവുമാണ് കല്യാണം കഴിക്കുക, അല്ലാതെ വന്നിരിക്കുന്ന ചിറ്റപ്പനെയൊന്നും കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. ഇനി ഡി നോക്കിക്കേ, വരനും വധുവും അന്യോന്യം തമ്മിൽ വിവാഹിതരായി. ഓ, അവർ തമ്മിൽ അന്യോന്യം വിവാഹിതരായി. അവർ പരസ്പരമാണ് കല്യാണം കഴിച്ചതെന്ന് ഉറപ്പിച്ചു പറയുകയാണ്, അല്ലാതെ വന്ന നാട്ടുകാരെ ഒന്നും കിട്ടിയില്ല എന്ന് പറയുകയാണ്. അപ്പൊ അതും തെറ്റ്. ഈ അന്യോന്യവും തമ്മിലും ഒന്നും ഇവിടെ ആവശ്യമില്ല. വരനും വധുവും അല്ലെങ്കിൽ വധൂവരന്മാർ വിവാഹിതരായി. ഈ വധൂവരന്മാർ തന്നെ വേണമെന്നില്ലത്. എന്താണ്? രണ്ടുപേരുടെ പേര് പറഞ്ഞിട്ട് അവർ വിവാഹിതരായി എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. ശരി. അപ്പോൾ ഇതുപോലെ മറ്റ് ഉദാഹരണങ്ങളുണ്ട് കേട്ടോ. മനുഷ്യനെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള ഉദാഹരണങ്ങൾ ശരിയാണെന്ന് തോന്നും, പക്ഷേ തെറ്റാണെന്ന് തോന്നുന്ന കുറച്ച് ഉദാഹരണങ്ങളും കൂടെ നിങ്ങളൊന്ന് നോക്കിയിരിക്കേ. ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ. ഒന്ന്, വടപേനയെ നമുക്ക് എഴുതാം. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കപ്പെടും. എന്താ അവിടുത്തെ പ്രശ്നം? കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാനല്ലേ പറ്റൂ, ശിക്ഷിക്കപ്പെടാൻ പറ്റൂ. അവർ സ്വന്തമായിട്ട് ഞങ്ങൾ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞ് വരുകൂടെ? ഇല്ല. അപ്പൊ എന്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ? കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടും. എങ്ങനെയാണ്? നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് അവർ ശിക്ഷിക്കപ്പെടും എന്നുള്ള പ്രയോഗമാണ് അവിടെ ശരി. എൻ്റെ ഡായൊക്കെ നിങ്ങൾ ഡായാണെന്ന് അംഗീകരിച്ച് തരണേടെ. അടുത്ത്, അസ്വസ്ഥ ബാധിത പ്രദേശം. എന്താണ് അസ്വസ്ഥ ബാധിത പ്രദേശം എന്ന് വെച്ചാൽ ആ പ്രദേശം മുഴുവനും അങ്ങ് അസ്വസ്ഥമായ ഒരു പ്രദേശം. അവിടെ എന്തോ ബാധിച്ചിട്ടുണ്ട്. അത് എന്താ ബാധിച്ചതെന്ന് അറിയത്തില്ല. മൊത്തത്തിൽ അസ്വസ്ഥമായ പ്രദേശത്ത് എന്തോ ഒന്ന് ബാധിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ് അവിടെ കൊടുത്തിരിക്കുക. നോക്കിക്കോ, അസ്വസ്ഥ ബാധിത. എന്താ ബാധിച്ചത് അവിടെ? അറിയത്തില്ല. ബാധിത പ്രദേശം എന്ന ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയാൽ ഈ തെറ്റായ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ശരിയാക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? ഒരു താ ഇട്ടാ മതി. അസ്വസ്ഥത. കേട്ടോ, അസ്വസ്ഥത ബാധിത പ്രദേശം. ഇപ്പൊ മനസ്സിലായ പ്രദേശത്തെ എന്താ ബാധിച്ചതെന്ന്? അസ്വസ്ഥത ബാധിത പ്രദേശം എന്നുള്ള പ്രയോഗമാണ് അവിടെ ശരി. ഇനി അതുകൂടെ ഇനി വേറൊന്നുകൂടെ ഉണ്ട്. ഈ വധുവും വരനും തമ്മിൽ മാലയിട്ട പോലെ വേറൊരു കേസുണ്ട്, അത് പറഞ്ഞുതരാം. അവർ തമ്മിൽ അടികൂടി. രണ്ടുപേര് ഇങ്ങനെ നമ്മുടെ എന്താണ് കമ്പും കുറുവടിയും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ്. അപ്പോൾ തമ്മിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവർ അടികൂടി എന്ന് മതി. തമ്മിൽ അവിടെ വേണോ? വേണ്ട. അവർ വേറൊരാളെയാണ് തല്ലുന്നതെങ്കിൽ എടുത്ത് പറയണം, അവർ രണ്ടുപേരും കൂടി അയാളെ തല്ലി എന്ന് പറയണം. തമ്മിൽ തല്ലുമ്പോൾ ഈ തമ്മിൽ ഒന്ന് എന്താണ്? അവർ തമ്മിൽ തല്ലി എന്ന് മതി. അല്ലാതെ അവർ തമ്മിൽ അടികൂടി എന്നുള്ള പ്രയോഗം തെറ്റാണ്. ഇവിടെ എന്ത് വേണ്ട? തമ്മിൽ വേണ്ട, അവർ അടികൂടി എന്ന് മതി. ഓക്കെ, ഇതുപോലെയുള്ള സമാനമായ ഉദാഹരണങ്ങളാണ്, ശ്രദ്ധിച്ചോണേ. ഇനി അടുത്തതിലേക്ക് പോകാം. നോക്കിക്കേ, ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. നോക്കിക്കോ,
അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നു. ശരിയായ വാക്യം കണ്ടുപിടിക്കാനാണേ. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നു. ബി നോക്കിക്കേ, അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു. ഇനി നോക്കിക്കേ, അവർ രണ്ടുപേരും ഒപ്പം ഒരുമിച്ച് വന്നു. ഓ, അങ്ങനെയാണ്. ഇനി ഡി, അവർ രണ്ടുപേരും കൂടി ഒപ്പം ഒരുമിച്ച് വന്നു. ഓ, കനമാണ്, ഭയങ്കര കനത്തിലൊക്കെയാണ് സംഭവം. എന്താണ് ഇത് വന്നിരിക്കുന്നത്? ജൂനിയർ ടൈപ്പിസ്റ്റ് ക്ലർക്ക്, പാവപ്പെട്ട മനുഷ്യരോട് ചോദിച്ച ചോദ്യമാണ്. കണ്ണിച്ചോര ഇല്ലാതെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ. നിങ്ങൾ കണ്ടോ? എന്താണ്? അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നു. എന്താ അവിടുത്തെ തെറ്റ്? അവർ രണ്ടുപേരും കൂടി വന്നു. രണ്ടുപേരും കൂടി എന്ന് പറയുമ്പോൾ തന്നെ ഒരുമിച്ചാണെന്ന് അറിയാം. അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് വന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവർ കൂടിയാണ് വന്നതെന്ന് നമുക്കറിയാം. ഈ കൂടിയ ഒരുമിച്ചും കൂടെ, അയ്യോ എൻ്റെ ക്വസ്റ്റ്യൻ കാണുന്നില്ല. എന്താണ്? അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച്, കൂടിയും ഒരുമിച്ച് പ്രയോഗിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒന്ന് മതി. ഒന്നുകിൽ അവർ രണ്ടുപേരും കൂടി വന്നു എന്ന് പ്രയോഗിക്കുക, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു എന്ന് പ്രയോഗിക്കുക. കേട്ടോ? ഇനി അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു, അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്, അവിടെ ഒരു തെറ്റുമില്ല. അവർക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് വന്നുകൂടെ? ഇതെന്ത് കഷ്ടം, ഇത് വെള്ളരിക്കാ പറ്റണോ? രണ്ടുപേർക്ക് ഒരുമിച്ച് വന്നുകൂടെ? വരാം. അപ്പോൾ അത് ശരിയാണ്. ഇനി അവർ രണ്ടുപേരും ഒപ്പം ഒരുമിച്ച് വന്നു. അവർ രണ്ടുപേരും കൂടെ ഒപ്പം ഒരുമിച്ച് വന്നു. അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. എന്താണ്? അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു, അത് മതി. അല്ലെങ്കിൽ രണ്ടുപേരും ഒപ്പം വന്നു, എന്നാൽ ഒരേ സമയത്താണ് അവർ എത്തിച്ചേർന്നതെന്ന് മതി. ഈ രണ്ട് പ്രയോഗങ്ങളും കൂടി അവിടെ ഒരുമിച്ച് വേണ്ട. തെറ്റാണേ അതും. ഇത് തെറ്റ്. ഇനി നോക്കിക്കേ, ഡി നോക്കിക്കേ, അവർ രണ്ടുപേരും കൂടി ഒപ്പം ഒരുമിച്ച് വന്നു. എന്തോ വലിയ പ്രശ്നം ഉണ്ടായതുപോലെ ഒരു പ്രതീതി ഉണ്ടാകുന്നില്ലേടെ? പ്രശ്നം ഉണ്ടായത് ആ സ്റ്റേറ്റ്മെന്റിലാണ്. അവർ രണ്ടുപേരും കൂടി ഒപ്പം ഒരുമിച്ച്, കൂടി ഒപ്പം ഒരുമിച്ച്. എത്ര തെറ്റാന്ന് നോക്കിക്കേ. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നു മതി. അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടി വന്നു മതി. അല്ലാതെ രണ്ടുപേരും കൂടി ഒപ്പം ഒരുമിച്ച് വരേണ്ട കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെയുള്ളവർ വരണ്ട, തെറ്റാണത്. അപ്പോൾ ഇവിടുത്തെ ശരിയായ ആൻസർ ഏതാണ്? ബി. എന്താണ്? അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു. ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന വാക്യത്തിലെ തെറ്റ് തിരുത്തി എഴുതുക. ഓക്കെ, തിരുത്തി കളയാം. വാക്യം നോക്കിക്കേ. പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. എന്താ പ്രശ്നം? അടുത്ത നോക്കിക്കേ, അതിനെ എങ്ങനെ തിരുത്താമെന്ന് നോക്കിക്കോ. ശരിയായിട്ട് എങ്ങനെ എഴുതാമെന്ന് നോക്കിക്കോ. മദ്യം പ്രസംഗത്തിനിടയിൽ ഉപയോഗിക്കരുത് എന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. നാക്ക് കൊഴിഞ്ഞു പോകത്തില്ലേ? അതുകൊണ്ടായിരിക്കും. മദ്യം പ്രസംഗത്തിനിടയിൽ ഉപയോഗിക്കാൻ പാടുണ്ടോടെ? പ്രസംഗത്തിനിടയിൽ എന്നല്ല, സംസാരിക്കുമ്പോൾ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മദ്യം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നാക്കൊക്കെ കൊഴിഞ്ഞു പോകത്തില്ലേ? അതെ, അനുഭവസ്ഥർ അതേ അറിയാൻ തലയാട്ടുന്നുണ്ട്. അതെ. ഇനി ആദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു. ആദ്യമല്ല കേട്ടോ, അത് തെറ്റാണേ, മദ്യമാണ്. ഇവിടെ എന്ത് പറ്റിയത്? ഓക്കെ. മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു. എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളി കുറച്ചൊന്ന് ഉപദേശിച്ച് കളയാമെന്ന് വെച്ചിട്ട് പൊതുജനങ്ങളെ നിങ്ങൾ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണ് എന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. കേട്ടോ? ഇവരെ തെറ്റുണ്ടോ? ഉദ്ബോധിപ്പിക്കാൻ ചിലവൊന്നുമില്ലല്ലോ. അപ്പോൾ ഉദ്ബോധിപ്പിച്ചു, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മദ്യം ഉപയോഗിക്കുന്നത് പ്രസംഗത്തിനിടയിൽ ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. എന്താണ്? മദ്യം ഉപയോഗിക്കുന്നത് പ്രസംഗത്തിനിടയിൽ ശിക്ഷാർഹം. അതായത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക മദ്യം ഉപയോഗിച്ചാൽ മാത്രമേ കുഴപ്പമുള്ളൂ, പ്രസംഗം കഴിഞ്ഞ് നിങ്ങൾക്ക് മദ്യം ഉപയോഗിക്കാം എന്നൊരർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേടെ? തെറ്റാണ്. തെറ്റട്ടോ? ഞാനിട്ട് തെറ്റ്, നിങ്ങളിട്ടോ തെറ്റ്. ഇനി ഡി നോക്കിക്കേ. മന്ത്രി ഉദ്ബോധിപ്പിച്ചത് പ്രസംഗത്തിനിടയിൽ മദ്യം ശിക്ഷാർഹമാണ് എന്നാണ്. അതായത് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മദ്യം കുടിക്കരുത്, അങ്ങനെ കുടിക്കുന്നത് ശിക്ഷാർഹമാണ്. ഇറങ്ങിയൊക്കെ നിന്നിട്ട് അല്ലെങ്കിൽ സ്റ്റേജിന്റെ പുറകിലോട്ടൊക്കെ പോയി മദ്യപിക്കാം എന്നാണ് ഉദ്ദേശിച്ചത് എന്നൊരു വ്യംഗ്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഇല്ല, തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ശരി ഉത്തരം നമ്മൾ എങ്ങനെയാണ് ഈ തെറ്റായ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എങ്ങനെ ശരിയാക്കി? പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു എന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എങ്ങനെയാണ് തിരുത്തി എഴുതിയത്? മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു. ഓക്കെ,
കറക്റ്റ് അല്ലേ? ശരി. അപ്പോൾ വാക്യശുദ്ധിയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രയാസകരമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. അതുകൂടെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഈ വാക്യശുദ്ധി എന്നുള്ള ആ ഭാഗം മൊത്തത്തിൽ തീരുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇത് എല്ലാം പഠിച്ച് പണ്ഡിതരായി കഴിഞ്ഞ് പിന്നെ വർക്കൗട്ട് മാത്രം ചെയ്താൽ മതി. ആ 5-6 ക്വസ്റ്റ്യൻസും കൂടെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അടുത്ത പാർട്ടി കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്. ടാറ്റാ.